ഡൽഹി മുഖ്യമന്ത്രിയെ ജനസമ്പർക്ക പരിപാടിയിൽ ആക്രമിച്ചതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹത നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വളരെയധികം ദുരൂഹതയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഡൽഹി മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടി നടത്തുന്നത് അവരുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ്. ഔദ്യോഗിക വസതിയിൽ ജനങ്ങൾക്ക്, അതായത് ഡൽഹി സംസ്ഥാനത്തെ വോട്ടർമാർക്ക് അവരെ നേരിട്ട് കണ്ട് പരാതി പറയാം. ഡൽഹി സംസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് അറിയാം, പൂർണ്ണമായിട്ടൊരു നഗരമാണ്. ഒരു സമ്പൂർണമായി നഗരവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഡൽഹി. വളരെ ചെറിയൊരു സംസ്ഥാനം. മുമ്പത് കേന്ദ്രഭരണ പ്രദേശമായിരുന്നു. പിന്നീട് അതിനെ ഈ പറയുന്നത് പോലെ ഒരു സംസ്ഥാന പദവിയൊക്കെ കൊടുത്ത് അവിടെ പ്രത്യേക സംസ്ഥാന സർക്കാരിനെ കൊണ്ടുവന്നു. അവർക്ക് ഈ ആഭ്യന്തരം മാത്രം അവരുടെ കയ്യിൽ കൊടുത്തിട്ടില്ല. കാരണം രാജ്യ തലസ്ഥാനം കൂടിയാണ് ഡൽഹി. അതുകൊണ്ട് അതിൻ്റെ ആഭ്യന്തരത്തിൻ്റെ ചുമതല നേരിട്ട് കേന്ദ്ര സർക്കാർ തന്നെയാണ് വഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഡൽഹിയിലെ വോട്ടർമാർ, ഡൽഹിയിൽ താമസിക്കുന്ന ജനങ്ങൾ പരാതി പറയാൻ വരേണ്ടിടത്ത് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വന്നിരിക്കുന്നത് ഒരു ഗുജറാത്ത് സ്വദേശിയാണ്. രാജേഷ് കിഞ്ചി എന്നു പേരുള്ള 35-കാരനാണ് പ്രതി. ഈ പ്രതി നേരത്തെയും ഒരു ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ ഗുജറാത്ത് സ്വദേശി ഗുജറാത്തിൽ ജീവിക്കുന്ന ഗുജറാത്തുകാരനായ ഒരാളിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ അടുത്തല്ലേ പറയേണ്ടത്? അപ്പൊ ഇവിടെ പരാതി ബോധിപ്പിക്കാൻ വന്നതല്ല. ഇപ്പൊ നമ്മൾ കേരളത്തില് ഉദാഹരണത്തിന് പാറശാല താമസിക്കുന്ന ഡൽഹി നിവാസിയാണോ ഇപ്പോഴുള്ളതിനെ പറ്റി അതിനെക്കുറിച്ചൊന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഡൽഹി നിവാസി അല്ല എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയ്ക്ക് അപ്പുറത്ത് താമസിക്കുന്ന ഒരാൾ പരാതി ഉണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ അല്ലേ കാണുക. മഞ്ചേശ്വരത്ത് ഒരാൾ പരാതി ഉണ്ടെങ്കിൽ അവിടെ ജില്ലാതലത്തിലൊന്നും പരാതി കൊടുത്തിട്ട് പരിഹാരമാകുന്നില്ല. നേരെ ട്രെയിൻ പിടിച്ച് തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണും, പരാതി കൊടുക്കും, അല്ലേ? അല്ലാതെ അപ്പുറത്ത് പോയിട്ട് മംഗലാപുരത്തോ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയിട്ട് കർണാടക മുഖ്യമന്ത്രിക്ക് അല്ലല്ലോ പരാതി കൊടുക്കുന്നത്. കർണാടകയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമാണെങ്കിൽ ശരി. ഇതങ്ങനെ ഗുജറാത്തും ഡൽഹിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയവും ഉണ്ടാകുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ഗുജറാത്ത് സ്വദേശി എന്തിനാണ് ഡൽഹി മുഖ്യമന്ത്രിയെ കാണാൻ വന്നത്? ഇനിയിപ്പോൾ ഭാവിയിൽ എപ്പോഴെങ്കിലും ഇയാൾ മനോരോഗിയാണ്, ഇയാൾക്ക് മാനസിക നില ശരിയല്ല എന്നൊക്കെയുള്ള നരേഷൻസ് വരാം. അത്തരത്തിലുള്ള ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും വരാം. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അതിന് കൃത്യമായ ഒരു ഉത്തരം പോലീസ് തരേണ്ടതുണ്ട്. അവരത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 2, ഇയാൾ മുമ്പും മുഖ്യമന്ത്രിയുടെ സമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ റിഹേഴ്സലൊക്കെ നടത്തി വളരെ കൃത്യമായിട്ട് ഡൽഹി മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്, അല്ലേ? വളരെ സൂക്ഷിക്കണം. ഒരു പക്ഷേ ഡൽഹി മുഖ്യമന്ത്രി ആയിരിക്കില്ല, മറ്റാരെങ്കിലുമാണ് ടാർഗറ്റെങ്കിലോ. ഇത് രാജ്യ തലസ്ഥാനമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് രാവിലെ 8:30-ക്കും 8:45-നും ഇടയ്ക്കാണ് സംഭവിക്കുന്നത്. എന്തോ കനമുള്ളൊരു വസ്തു മുഖ്യമന്ത്രിക്ക് നേരെ എറിഞ്ഞു എന്നൊക്കെയാണ് ആദ്യത്തെ റിപ്പോർട്ട് വന്നത്. പിന്നീട് മുഖത്തടിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നു. ഇപ്പോഴേറ്റവും ഒടുവിൽ വരുന്നത് പിടിവലി നടന്നു. മുഖ്യമന്ത്രിയുടെ കൈ പിടിച്ചു വലിക്കുകയും അങ്ങനെ നിലതെറ്റി, ഒരു സ്ത്രീയാണ്, നിലതെറ്റി താഴെ വീഴുകയും തലയടിക്കുകയും ഒക്കെ ചെയ്തു. അവർക്ക് പരിക്കേറ്റു. സുരക്ഷാ സംവിധാനം പാളിച്ചു. അതിലേക്ക് ഞാൻ വരാം. അങ്ങനെ അവരെ പരിക്കേറ്റിട്ടുണ്ട്. അവർ വസതിയിൽ തന്നെയാണ്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് ആദ്യത്തെ വാർത്ത പുറത്തു വന്നത്. പക്ഷേ പിന്നീട് അങ്ങനെ അല്ല എന്ന് തെളിഞ്ഞു. ഡോക്ടർമാർ വസതിയിലെത്തി അവരെ പരിശോധിക്കുകയായിരുന്നു. പരിക്ക് മാരകമല്ല എന്നാണ് കിട്ടുന്ന വിവരം. എന്തായാലും ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഈ ഡൽഹി പോലീസിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന ഡൽഹി പോലീസ് ഒരുക്കുന്ന സുരക്ഷ പിഴവുള്ളതാണ് എന്ന് തെളിയിക്കുന്നതല്ലേ ഈ സംഭവം. ഇവിടെ വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷം ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഡൽഹി പോലീസിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയാണിത്. ഒരു മുഖ്യമന്ത്രിക്ക് സുരക്ഷിതത്വം കൊടുക്കാനുള്ള കഴിവ് കേന്ദ്ര സർക്കാരിനില്ല, ഡൽഹി പോലീസിനില്ല എന്നാണ്. നോക്കൂ സാർ, ഈ ഡൽഹി പോലീസ് അവിടെ ഡൽഹിയിൽ നിരന്തരം, നമുക്കറിയാം പണ്ട് ബ്ലാസ്റ്റുകൾ വരെ നടന്ന സ്ഥലമാണ്, ചെറിയ ചെറിയ ബ്ലാസ്റ്റുകൾ. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഡൽഹിയിൽ നേരത്തെ നമുക്കറിയാം. നിർഭയയുടെ സംഭവമൊക്കെ നമുക്കറിയാം. അവിടെ നിന്നൊക്കെ വളരെ പുരോഗമിച്ചു ഡൽഹി പോലീസ്. ഇപ്പോൾ ക്രൈം റേറ്റ് കുറവാണ് അന്നത്തേനേക്കാൾ.
ഈ ഡൽഹി പോലീസ് കേന്ദ്ര സർക്കാരിലെ മുതിർന്ന നമ്മുടെ മന്ത്രിമാരുൾപ്പെടെ, കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഒക്കെ SPGയുടെ ഒക്കെ സുരക്ഷയുണ്ട്, NSGയുടെ സുരക്ഷയുണ്ട്, അതൊക്കെ വേറെ. എങ്കിലും ഡൽഹി പോലീസിൻ്റെ കൃത്യമായ ഒരു ഇടപെടൽ അതിനകത്തുണ്ട്. അങ്ങനെ എല്ലാം ചെയ്യുന്ന ഡൽഹി പോലീസിനെ കുറിച്ചാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഇത് സുരക്ഷാ വീഴ്ചയുണ്ട്, കേന്ദ്ര സർക്കാരിനും അതിൽ പങ്കുണ്ട് എന്ന്. അപ്പോൾ BJP ഇപ്പോൾ ആരോപണവുമായിട്ട് രംഗത്ത് വന്നു. BJPയുടെ മുഖ്യമന്ത്രിയാണ്. BJP ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഇതിൻ്റെ പുറകിലൊരു വലിയ ഗൂഢാലോചനയുണ്ട്. കാരണം ഇയാൾ നേരത്തെയും മുഖ്യമന്ത്രിയുടെ സമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തു. ഈ ജനസമ്പർക്ക പരിപാടി ഡൽഹി മുഖ്യമന്ത്രിയുടെ ഇവരെല്ലാ ബുധനാഴ്ചയും വസതിയിൽ പരാതികൾ നേരിട്ട് കേൾക്കാൻ അവർ ജനസമ്പർക്ക പരിപാടി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് നേരിട്ട് ചെന്ന്, ഡൽഹി നിവാസികൾക്ക് നേരിട്ട് ചെന്ന്, താഴെ തട്ടിലൊന്നും പരാതി കൊടുത്തിട്ട് നടക്കാത്ത കാര്യങ്ങൾ നേരിട്ട് ചെന്ന് അവിടെ പറയാം. അവരതിന് പരിഹാരം ഉണ്ടാക്കാൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യും. അപ്പോൾ എല്ലാ ബുധനാഴ്ചയും ഇങ്ങനെ നടക്കുന്നു എന്നറിഞ്ഞ് നേരത്തെ ഏതോ ഒരു ബുധനാഴ്ച ഇയാൾ വന്നു, അതിൻ്റെ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വളരെ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലായി. റിഹേഴ്സലൊക്കെ നടത്തി ആശാൻ പഠിച്ച്, ആ വസതിയുടെ പ്രത്യേകതകളെല്ലാം പഠിച്ച്, അതിനകത്ത് എങ്ങനെയാണ് കടക്കേണ്ടത്, എങ്ങനെയാണ് പുറത്തു പോകേണ്ടത്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് അയാൾ അവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ട് പിടിവലി ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരാണ് തടസ്സപ്പെടുത്തുകയും ഇയാളെ പെട്ടെന്ന് പിടികൂടുകയും ചെയ്തു. പോലീസ് പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ്, അവിടെ സുരക്ഷയ്ക്ക് പോലീസുണ്ട്, അവർ വന്നു ചേരുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അപ്പോൾ BJP ആരോപിക്കുന്നത് പോലെ എന്തോ ഒരു ഗൂഢാലോചന, ഒരു ദുരൂഹത അതിലുണ്ട്. ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം. ഇനി സർ, ഇതൊരു ട്രയലായാലോ, മറ്റാരെയോ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ട്രയലാണെങ്കിലോ? അതിന് സാധ്യതയുണ്ട്. നമുക്ക് ഇവിടെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം രാജ്യ തലസ്ഥാനത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പോലും നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ, ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡൽഹി പോലീസിന് കഴിയുന്നില്ല എന്ന ഒരു എന്താ പറയുക, ഒരു വ്യാഖ്യാനം അതിനകത്തുണ്ട്. അത് നിസ്സാരമല്ല. ഇനി ഇപ്പോൾ നമ്മുടെ ഈ പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയൊക്കെ കൊണ്ടുവന്ന വോട്ട് ചോരി, അതേതാണ്ട് പൊളിഞ്ഞു പാളീസായി ആകെ നാറി നാണം കെട്ട് നിൽക്കുകയാണ്. കോടതിയിൽ നിന്നൊക്കെ തുടരെ തിരിച്ചടിയാണ്. മറ്റു പല കേസുകൾ, മാനനഷ്ട കേസ് ഉൾപ്പെടെ രാഹുലിനെതിരെ മറ്റു പല കേസുകൾ ഉണ്ട് താൻ. ഇവിടെ നിന്ന് വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബീഹാറിൽ വലിയ യാത്രയൊക്കെ നടത്തുകയാണ് രാഹുൽ. ആ യാത്ര സത്യത്തിൽ പൊളിഞ്ഞു പോയി എന്നുള്ളത് സത്യമാണ്. അപ്പോൾ കാരണം ഈ സുപ്രീം കോടതിയുടെ ഇടപെടലും ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്ന വിധിയും ഈ വോട്ട് ചോർച്ചയും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതിയും എല്ലാം ചീറ്റിപ്പോയി. മാത്രമല്ല അവിടെ ഈ ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞ് തെളിവ് സഹിതം പുറത്തു വന്നയാൾ എൻ്റെ കയ്യിലെ ഡാറ്റ തെറ്റാണ്, അത് ക്ഷമിക്കണം, മാപ്പ് പറഞ്ഞ് അത് പിൻവലിച്ച് ആ ഡാറ്റ എല്ലാം വെബ്സൈറ്റിൽ നിന്ന് മാറ്റി രംഗത്ത് വന്നു സഞ്ജയ്. അപ്പോൾ ഇങ്ങനെയെല്ലാം ആകെ നാണം കെട്ടിരിക്കുന്ന അവസ്ഥയിൽ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് ഈ ഡൽഹി മുഖ്യമന്ത്രിക്ക് നേരെ നടന്ന ആക്രമണം. അപ്പോൾ അതിൻ്റെ പുറകിൽ കൃത്യമായൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് പോലീസ് ഇത് അന്വേഷിച്ചേ മതിയാവുള്ളൂ. ഒരു കാര്യം തീർച്ചയാണ്, ഡൽഹി പോലീസിന് ഈ ഡൽഹി മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നിഷേധിക്കാനാകാത്ത കാര്യമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ അവരെ ക്രൂശിച്ചിട്ട് കാര്യമില്ല. പിഴവുകൾ തിരുത്തി ഒരു തെറ്റുകുറ്റങ്ങളും ഇല്ലാത്ത, പഴുതടച്ച, കുറ്റമറ്റ സുരക്ഷ മുഖ്യമന്ത്രിക്ക് ഒരുക്കേണ്ടതാണ്. അവരൊരു വനിത കൂടിയാണ്, നേരത്തെ കൗൺസിലറായിരുന്ന ആളാണ്, രാഷ്ട്രീയത്തിൽ നല്ല പരിചയമുള്ള ആളാണ്, ജനകീയയായ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവന് ആപത്ത് അല്ലെങ്കിൽ ഭീഷണി ഒക്കെ സംഭവ്യമാണ്. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് പോലീസ്, ഡൽഹി പോലീസ് പഴുതടച്ച കുറ്റമറ്റ സുരക്ഷ അവർക്ക് ഒരുക്കേണ്ടതാണ്. അക്കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും വരുത്തരുത് എന്ന് മാത്രമല്ല, ഈ സംഭവത്തിൻ്റെ പുറകിലെ കൃത്യമായ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ഈ രാജേഷ് കിംജി എന്ന് പറയുന്ന ഈ 35-കാരൻ, ഗുജറാത്തി സ്വദേശി 35-കാരൻ്റെ പുറകിൽ ആരാണ്, ആരുടെ പ്രേരണയാലാണ് ഇയാൾ ഡൽഹിയിലെത്തിയതും ഈ നീചകൃത്യം നടത്തിയതെന്നും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് പോലീസ് കൃത്യമായിട്ട് കണ്ടെത്തിയേ മതിയാവും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.